തേള്, മരപ്പട്ടി, ഈനാമ്പേച്ചി, നീരാളി, സാറിന് വല്ല പിടികിട്ടിയോ? ഇല്ല, വന്യജീവികളെ പറ്റി പഠിക്കുന്നുണ്ടോന്ന് സംശയം. അല്ല, ഇത് നമ്മുടെ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഇന്നലെ KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ യോഗത്തിൽ പറഞ്ഞതാണ്. സൂക്ഷിച്ചോണം, ഇതൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം. അരിവാൾ ചുറ്റിക നക്ഷത്രം ഇല്ലാതാവാം. എന്നിട്ട് ഇതൊക്കെ ഇനി ചിഹ്നമാവും. കാരണം തിരഞ്ഞെടുപ്പിൽ നിശ്ചിത ശതമാനം വോട്ടും 11 പാർലമെൻറ്റ് സീറ്റും കിട്ടിയില്ലെങ്കിൽ ദേശീയ പദവി പോവും, ചിഹ്നം ഉണ്ടാവത്തില്ല. അനിക്സ്പ്രേ പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ആയി മാറും. പാർട്ടി മാത്രമല്ല, പാർട്ടിയുടെ ചിഹ്നവും. CPM-നെ കുറിച്ച് ഏറ്റവും കൂടുതൽ CPM-നെ കുറിച്ച് എഴുതിയിട്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകനായ സാറ് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, ബാലൻ പറഞ്ഞതിനെ എങ്ങനെയാണ് കാണുന്നത്? തിരിച്ചറിവുണ്ട് ബാലന്. ചില സമയത്തൊക്കെ ബാലന് അതില്ല എന്ന് തോന്നാറുണ്ട്. കാരണം പിണറായി വിജയനും മകൾക്കും വേണ്ടി മാത്രമാണ് അദ്ദേഹം പരസ്യമായി രംഗത്ത് വരുന്നതെന്ന് പലപ്പോഴും തോന്നും. പിന്നെ പാർട്ടിയിലൊരു സ്വത്വ ഇഷ്യൂ തെലങ്കാനയിലോ ആന്ധ്രയിലോ ഒരു സഖാവിന് വന്നപ്പോൾ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ സമീപകാലങ്ങളിലൊക്കെ വല്ലാതെ വാദിച്ചിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. കാരണം അവിടെ ഒരു പാർട്ടിക്കാരൻ സ്വന്തമായിട്ടൊരു സംഘടനയോ സ്വത്വം അനുസരിച്ചൊരു പാർട്ടിയോ ഒക്കെ അനൗൺസ് ചെയ്തു. അത് വലിയ ഇഷ്യൂ ആയിരുന്നു. രാഘവലു, ബി രാഘവലു വലിയ അല്ലല്ല, യെച്ചൂരിയുടെ സ്ഥാനത്ത് അദ്ദേഹം ചിലപ്പോൾ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു. അതെ, അപ്പൊ അങ്ങനത്തെ കേസൊക്കെ വായിച്ചു. അതൊന്നും അങ്ങനെ പത്രങ്ങളിലൊന്നും വരുന്ന കാര്യമല്ല. അത് ഈ ഒരു ദളിത് സ്വത്വം ഇഷ്യൂ പാർട്ടിയുടെ അകത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ പിടിക്കാം. അപ്പോൾ ഈ ബാലനെ അല്ലാതെയൊന്നും അധികം കാര്യങ്ങളില്ല. പിന്നെ ബാലനെ അത് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഭാര്യ ജമീലയ്ക്ക് ആലത്തൂരോ മറ്റോ സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതും ഇല്ലാതായിപ്പോയി. അപ്പോൾ കൂടുതൽ തിരിച്ചറിവിൻ്റെ ഒരു കാലമാണ് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ കൊള്ളാവുന്ന സ്വതന്ത്ര ചിഹ്നങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി മിച്ചമുള്ളത് മരപ്പട്ടി, മീരാമ്പച്ചി, നീരാളി, ഇതൊക്കെ ഉള്ളൂ. ഇനി മരപ്പട്ടി എന്ന് പറഞ്ഞ ചിഹ്നം പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതെ. പിന്നെ എലിപ്പെട്ടി അതുകൊണ്ട്. പിന്നെ എലിപ്പത്തായം നേരത്തെ പരിചയമുള്ളതാണ്. അത് പാർട്ടിയായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ ഉള്ളത് ഞണ്ട്. അത് അദ്ദേഹം പറഞ്ഞോ? ഞണ്ട് പറഞ്ഞിട്ടില്ല. ഞണ്ട് ചിഹ്നം ഉണ്ടോ? അല്ല, ചിഹ്നം ചിഹ്നമുണ്ടോ? പുതിയ പുതിയ ചിഹ്നങ്ങൾ അനുവദിക്കുമല്ലോ, എല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക്. ഇവർക്ക് താല്പര്യമുള്ളൊരെണ്ണം സ്വാധീനമൊക്കെ ചെലുത്തി. ഇപ്പം കേരളത്തിന്റെ സ്വഭാവം ഞണ്ടാണ്, അതിങ്ങനെ പോകുമ്പോൾ മറ്റേത് താഴ്ത്തും. ബാബു പോൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ? പാർട്ടിയിലും അങ്ങനെയാണല്ലോ. പക്ഷേ ഈ തമാശ വിട്ടാൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അംശമുണ്ട്. നോക്കൂ, നമ്മൾ ബംഗാളിൽ നോക്കുമ്പോൾ കോൺഗ്രസുമായിട്ട് സഖ്യമായി. മുഹമ്മദ് സലീം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം കോൺഗ്രസ് പിന്തുണയോടെ പാർട്ടി സെക്രട്ടറി. CPM കോൺഗ്രസിൻ്റെ സംയുക്ത സ്ഥാനാർത്ഥിയായിട്ടാണ് ബംഗാളിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സതീശനെയൊക്കെ കൊല്ലാൻ നടക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ വരെ പെടുത്തിയ പാർട്ടിയാണ്. അവിടെ കോൺഗ്രസിൻ്റെ മൂട് താങ്ങി ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പലയിടത്തും, ഇപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റാണ്. DMKയുടെ കാല് പിടിച്ച് അവിടെ അവിടെ ജയിച്ചു. പക്ഷേ അവിടെ ഇപ്പോൾ അണ്ണാമലൈ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ DMK തന്നെ പറഞ്ഞു നിങ്ങൾ മത്സരിച്ചാൽ ജയിക്കത്തില്ല, ഡിണ്ടിഗിൽ ഇപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ സീറ്റിൻ്റെ കാര്യവും ഏതാണ്ട് സംശയത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഒന്നേ ഉള്ളൂ. ആരിഫിൻ്റെ അവസ്ഥ എനിക്കറിയില്ല. ഇലക്ഷൻ നടക്കുകയാണ്, നമ്മൾ പ്രവചനം നടത്തുന്നില്ല. ഏതായാലും ടൈറ്റാണെന്നാണ് കേൾക്കുന്നത്. ശോഭയും കൂടി അവിടെ വന്നതോടുകൂടി KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടുകൂടി ആലപ്പുഴയും ടൈറ്റാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെയുള്ള സർവേകൾ പ്രകാരം CPM-ന് 0 വരെ സീറ്റ് കിട്ടാം. അതാണ് അനുകൂലമായ ഒരവസ്ഥ കേരളത്തിൽ നിലവിലില്ല. ആകെ നോക്കാവുന്ന പാലക്കാട്, ആലത്തൂരും ഒക്കെ കഷ്ടമാണ്. കൃഷ്ണകുമാറിൻ്റെ അവസ്ഥ ഗംഭീരമായി. കൃഷ്ണകുമാർ അവിടെ വോട്ട് പിടിക്കുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും 11 സീറ്റ് CPM-ന് കിട്ടാൻ സാധ്യതയില്ല. ആലത്തൂർ വരാൻ സാധ്യതയുള്ള രേണു നല്ല സ്ഥാനാർത്ഥിയാണ്. 11 സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ത്രിപുരയിൽ നിന്നൊന്നും കിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ ഇവർ കൊടുത്തിരിക്കുന്ന വല്ലതും കിട്ടിയാലായി. DMK കൊടുത്തതിൽ വല്ലതും ജയിച്ചാൽ. അതും മറ്റേ ഇന്ത്യ TV മറ്റേ ആനന്ദ ബസാർ പോളുകളിൽ 0 ആയിരുന്നു. ആണല്ലേ? അപ്പോൾ മിക്കവാറും 11 പോയിട്ട് 2 ഡിജിറ്റിലേക്ക് എത്താൻ പോലും പറ്റില്ല. 2 പോലും എത്തുമോ എന്നറിയില്ല കേരളം കൈവിട്ടാൽ. അപ്പോൾ CPM എന്നുള്ള പാർട്ടി CPI പോലെ സ്വന്തം ചിഹ്നം നഷ്ടപ്പെട്ട് ഒരു പ്രാദേശിക പാർട്ടിയുടെ സ്റ്റാറ്റസിലേക്ക് മാറുമോ?
അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവർക്കും കുറച്ച് കാലമായിട്ടേ കഴിഞ്ഞ മറ്റേ തെരഞ്ഞെടുപ്പ് മുതൽ ഈ സംശയമുണ്ട്. ദേശീയ പാർട്ടിയിൽ നിന്നുള്ള അംഗത്വം നഷ്ടപ്പെടുവോ, അതായത് 6 പദവി 6 കക്ഷികൾക്കാണ് ഈ ദേശീയ പദവി ഉള്ളത്. ഇപ്പോൾ ആപ്പ്, BJP, കോൺഗ്രസ്, ആപ്പ്, BSP, BJP, CPIM അങ്ങനെ. അപ്പോൾ ഈ CPM-ന് 3 ലോക്സഭാ സീറ്റ്, 2 സഖ്യകക്ഷി, ആ കണക്കിലുള്ളതാണ്. രാജ്യസഭയിൽ 5 സീറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു നിയമം എന്താന്ന് വെച്ചാൽ ലോക്സഭയിലെ 2% സീറ്റ് ഉണ്ടെങ്കിൽ ദേശീയ കക്ഷി ആലോചിക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നത് 11 സീറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ലോക്സഭയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ 6% വോട്ട്. എത്ര സംസ്ഥാനങ്ങളിൽ? അതായത് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. 6% വോട്ട് 4 സംസ്ഥാനങ്ങളിൽ. അതിന് പുറമെ ലോക്സഭയിൽ 4 സീറ്റ് വേണം താനും. 4 സീറ്റും വേണം. 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടും. 6% ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വേണം. അതാണ് അതിൻ്റെ നിയമം. അപ്പം ഈ 2 നിയമവും കുഴപ്പം പിടിച്ചാണ്. അപ്പോൾ ഇത് കിട്ടിയാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അതാണ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് എന്താ ഗുണം? ചിഹ്നത്തിന് പുറമെ ഈ ദൂരദർശൻ, റേഡിയോ, അതിലൊക്കെ സംസാരിക്കാനോ കിട്ടും, ബ്രോഡ്കാസ്റ്റ് ടൈം. അത് ഡൽഹിയിൽ ഓഫീസ് കിട്ടുന്നു അല്ലേ? അത് കിട്ടും. പിന്നെ ഈ ഇലക്ഷനൊക്കെ കമ്മീഷനൊക്കെ വിളിക്കുമ്പോഴേ ഡേറ്റൊക്കെ തീരുമാനിക്കാനൊക്കെ, മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ, ചായ ബിസ്ക്കറ്റും കഴിക്കാം, അതൊക്കെ തിന്നാം. കുറച്ച് നേരമൊക്കെ അവിടെ AC-ലൊക്കെ ഇരിക്കാം. ചൂടല്ലേ ഡൽഹിയിൽ. അപ്പോൾ ഈ 2016 ഭേദഗതി വന്നപ്പോൾ ഇതൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ വേണമെന്നുണ്ട്. ഒരു തവണ കിട്ടിയാൽ പോരാ. അതല്ല, ഈ നടക്കുന്നതിലും പണ്ട് ആനപ്പുറത്ത് തഴമ്പൊന്നും പോരാ, ഒന്നും പോരാ. പണ്ട് നമ്മൾ ആലത്തൂര് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളാണ് നിരന്തരം ജയിച്ചുകൊണ്ടിരുന്നത്, R. കൃഷ്ണൻ. അപ്പോൾ ഈ നിരന്തരം ജയിക്കുന്ന സ്ഥലത്തൊക്കെയാണല്ലോ വലിയ നേതാക്കൾ പോയി നിൽക്കുക. അങ്ങനെ EMS ആലത്തൂർ കോട്ടയം തീരുമാനിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എന്ന്, എന്നാലും എനിക്ക് കിട്ടിയ വോട്ടൊന്നും കിട്ടില്ല. കാര്യമൊന്നുമില്ല. അതെ, എന്ന് പറഞ്ഞ പോലെയാണ് ഈ സ്ഥിതി. മുമ്പത്തെ കാര്യവും EMS-നെ പോലുള്ള ആളുകളുടെ മഹത്വവും ഒന്നൊന്നും പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. അല്ല, ഒരു ഘട്ടത്തിൽ സാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ ഇപ്പോൾ ഇവരൊക്കെ അവകാശപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് പോലും വാജ്പേയി ആയിരുന്നു, അല്ല സോറി AK ഗോപാലനായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള അവസരം ജ്യോതി ബാസുവിന് മുമ്പിൽ വെച്ച് നീട്ടിയതാണ്. അങ്ങനെ ഇന്ത്യ വലിയ പാർട്ടി, ഉള്ളതിനേക്കാളും വലിപ്പം തോന്നിപ്പിച്ച ഒരു പാർട്ടിയായിരുന്നു CPM. ആ CPM ആണ് ഇങ്ങനെ പടവലങ്ങ പോലെ കീഴോട്ട് വളർന്ന് കനൽ ഒരു തരിയായി മാറിയത്. എന്തുകൊണ്ടായിരിക്കും അത്? AKG പക്ഷേ ഈ ശരിക്കും നിയമപ്രകാരമുള്ള ആയിരുന്നില്ല. പക്ഷെ നെഹ്റു AKG പറഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോയെങ്കിലും തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ ഒരു പരിഗണന കൊടുത്തിരുന്നു. പിന്നെ അദ്ദേഹം കമ്മ്യൂണിസത്തിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു നെഹ്റുവിന്. അതെ. മാത്രമല്ല ഈ 10ാം വാർഷികത്തിൽ 1927 ഒക്ടോബർ വിപ്ലവത്തിന്റെ മറ്റേ കുടുംബസമേതം പോവുകയൊക്കെ ചെയ്തിരുന്നു. ആഘോഷത്തിൽ നവംബർ 7-നാണല്ലോ റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൽ ഒക്ടോബർ വിപ്ലവം നവംബർ. അപ്പൊ അവിടെ ആഘോഷത്തിൽ പോയിരുന്നു. 10ാം വാർഷികം ബ്രസൽസിലും ഒക്കെ ഈ റഷ്യക്കാർ വിളിക്കുമ്പോഴൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള പാർട്ടി ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റൊക്കെ തറന്നുപോയി, സോവിയറ്റ് യൂണിയനും പോയി, ചൈന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റൊന്നുമല്ല. അപ്പോൾ എന്തായാലും ആ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു റെക്കഗ്നൈസേഷൻ CPM-ന് പോയി. ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ശോചനീയമായി മാറിയത് എന്തുകൊണ്ടായിരിക്കും? അതെന്താണെന്ന് വെച്ചാൽ പ്രത്യയശാസ്ത്രം ഭയങ്കരമായിട്ട് കാലഹരണപ്പെട്ടു. ആ ശീതസമരത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് മറ്റേ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, മറ്റേ ഭാഗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ട്. സോവിയറ്റ് യൂണിയൻ 1991 ഇല്ലാതായല്ലോ.
ഇല്ലാതായപ്പോൾ തന്നെ ഇത് ശരിക്ക് പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ഒന്നും പ്രത്യയശാസ്ത്രമൊന്നുമില്ല. എന്നാലും അവിടുന്ന് ഈ പൈസയൊക്കെ കൊടുക്കുമായിരുന്നല്ലോ പുസ്തകത്തിന് അച്ചടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അവിടെ അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെ വരുമായിരുന്നു ഇഷ്ടംപോലെ. നല്ല കടലാസിലൊക്കെ കടലാസിന് നല്ല മണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മൾട്ടി കളർ നല്ല പ്രിന്റിങ്. അങ്ങനത്തെ ഈ സഹായങ്ങളെല്ലാം നിന്ന് പോകുന്നു. സഹായങ്ങളൊന്നും ഇല്ലാതെ തെരഞ്ഞെടുപ്പൊന്നും പണമില്ലാതെ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെയൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ കച്ചവട കമ്പനികളൊന്നും ഒരു പൈസയും CPIക്കോ CPMനോ കൊടുക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കൊടുത്തിട്ട് എന്ത് കാര്യം? ഇവിടെ കഴിഞ്ഞ 3 കൊല്ലം 0.5% അല്ലേ എന്ന് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ഒന്നും അല്ലല്ലോ. ഇവിടെ ഏതെങ്കിലും വ്യവസായം വരാൻ വല്ല സാധ്യത. അതെ അതെ. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വാങ്ങാൻ തീരുമാനിച്ചാലും ഒരു പട്ടി കൊടുക്കാനില്ലായിരുന്നു. സുനിൽ, ഈ ചൈനീസ് കമ്പനികൾ ധാരാളം ഇല്ലേ? അവർക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് പിണറായി വിജയൻ അവർ പറഞ്ഞിട്ട് അവിടെ നമുക്ക് ധർമ്മടത്ത് 2 കമ്പനി സ്ഥാപിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർക്കറിയാം അവിടെ തുടങ്ങിയ കെട്ടേണ്ടി വരുമെന്ന്. നോർത്ത് കൊറിയയിലെ ആ കിമ്മിൾസ്. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് CPM വാങ്ങാതിരുന്ന ആദർശം കൊണ്ട് മാത്രമല്ല, കാര്യമായിട്ടൊന്നും കിട്ടപ്പോരില്ല എന്നറിയാവുന്നത് കൊണ്ടുകൂടിയാണ്. കേരളത്തിൽ നിന്ന് വല്ലവരും കൊടുത്താലേ, ഇപ്പോൾ സാബു ജേക്കബ് ആന്ധ്രയിൽ തെലങ്കാനയിൽ ഒക്കെ കൊടുത്തു എന്ന് പറയുന്ന പോലെ വല്ലതും കിട്ടിയാലായി. അതെ, ഇവർ ഈ പൈസ ഉണ്ടാക്കുന്ന വഴികൾ അന്വേഷണത്തിലാണെന്നാണ് പറയുന്നത്. EDയുടെ കേജ്രിവാളിനെയൊക്കെ ചോദ്യം ചെയ്ത പോലെ യെച്ചൂരിയൻ ചോദ്യം ചെയ്യുന്നു പറയുന്നുണ്ട്. കാരണം ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നു. യെച്ചൂരിക്കെതിരെ ഒരു EDയുടെ അന്വേഷണം വൈകാതെ ഉണ്ടാവും. കാരണം പാർട്ടിയുടെ ഒരുപാട് വ്യാജ അക്കൗണ്ടുകൾ കരുവന്നൂർ സഹകരണ ബാങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ യോഗ്യതയില്ലാത്തവർക്ക് ലോൺ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കൊടുത്തല്ലോ. അങ്ങനെ ഇപ്പോൾ 7 ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 20% ബാങ്കിൽ തന്നെ കിഴിച്ചിട്ട് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്നവരുടെ പേരിലൊക്കെ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ എവിടുന്നാണോ വരുന്ന ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലേക്ക് ഇട്ടേക്കും കരുവന്നൂർ ബാങ്കിൽ. മനസ്സിലായില്ലേ ഓപ്പറേഷൻ? അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ വ്യാജ ലോണുകൾ ധാരാളമായിട്ട് വന്നിരിക്കുന്നത്. ഈ മൊയ്തീനു പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ട് ഈ അസറ്റൊന്നും ഉള്ളവരൊന്നുമില്ല, വെച്ചിട്ടൊന്നുമില്ല, ആധാരം ഉള്ളവരൊന്നുമില്ല. ഈ അവിടുത്തെ മാനേജറൊക്കെ പറഞ്ഞയച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ട്, കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പാർട്ടിയുടെ ഒരുപാട് ബോഗസ് അക്കൗണ്ട്സ് അവിടെ 200 അക്കൗണ്ട് വന്നിട്ട് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് കരുവന്നൂര്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഇടിക്കും ഒക്കെ കൊടുത്തിട്ട് അവരുടെ ഒരു രംഗപ്രവേശം അതിൽ അനിവാര്യമാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിനൊക്കെ ഉപയോഗിച്ചതായിട്ടൊക്കെ സംശയമുണ്ട്. ഇപ്പോൾ ഈ മദ്യനയത്തിൽ 100 കോടി അവർ ഗോവ തെരഞ്ഞെടുപ്പിനാണല്ലോ കേജ്രിവാളിൻ്റെ പാർട്ടി ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു മണി ട്രെയിൽ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് വന്നു. ഇതിൽ ചോദ്യം ചെയ്ത കണ്ണനോ മൊയ്തീനോ ഒന്നും മുഴുവനായിട്ട് അങ്ങ് പറഞ്ഞിട്ടില്ല ആ വിവരങ്ങൾ. ആ ട്രെയിൽ വരുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്നുമില്ല. അങ്ങനെയും അന്തർധാരയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഹൈക്കോടതി നോക്കണ്ട. കാരണം ഈ മനോജ് സിസോദിയ ജയിലിൽ കിടക്കുന്നുണ്ട് 1 വർഷമായി. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് കേജ്രിവാളിന്റെ അടുത്തേക്ക് വന്നത്. ഇത് ശരിയാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നത്. അവരവരുടെ സമയം എടുക്കും. അതെ അതെ. പിന്നെ അവരുടെ റൂൾസിൽ എക്കണോമിക് ഒഫൻസ് ആണല്ലോ. അവരുടെ റൂൾസിൽ നിങ്ങൾ ക്രൈം ബ്രാഞ്ചിന്റെ കാര്യം പറയുന്ന പോലെ 3 മാസം പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ മറ്റേ എക്സാലോജിക്കിന്റെ അന്വേഷിക്കുന്ന അവരുടെ റൂൾസ് എടുത്തു നോക്കിയാലും സീരിയസ് ഒഫൻസസ് SFIO അവരുടെ ഇതിലും ഇത് കുറെ സമയം എടുക്കാമെന്നുണ്ടായില്ല. ഇത് കണക്കല്ലേ, കണക്ക് പിടിച്ച് അതിന്റെ വരവ് നോക്കി ചെലവ് നോക്കി ഇത് ടാലിയാവും നോക്കി ഇതൊരു അക്കൗണ്ടിങ് സ്വഭാവത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം നാച്ചുറലി. അതെ. അപ്പോൾ നമ്മളീ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ദേശീയ കക്ഷികൾക്കല്ലേ പൈസ കൊടുക്കേണ്ടത്. അതെ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത 2597 പാർട്ടിയുണ്ട് അംഗീകാരം ഇല്ലാത്തത് ഇന്ത്യയിൽ. 597 ഇന്ത്യയിലോ? എൻ്റെ അമ്മേ. അപ്പോൾ ആ 2597 എന്നുള്ള കണക്ക് 2598 ആകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വർത്തമാനമാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. CPM കൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രാദേശിക പാർട്ടിയായിട്ട് മാറും. താമര പോലെ വേറെ ഏതെങ്കിലും ഒരു പൂവുണ്ടെങ്കിൽ ചുവപ്പ് നിറത്തിലോ മറ്റോ. അതെ അതെ, ഇല്ലേ? ചുവന്ന പൂവ്.
അങ്ങനെയും നോക്കാം. ഗുൽമോഹറായാലോ? ഗുൽമോഹർ സഖാക്കൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ എന്തോ കളിയാക്കി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ധാരാളം ചുവന്ന പൂക്കൾ, പ്ലാസ്റ്റിക് പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഈനാമ്പച്ചി, മരപ്പട്ടി, എലിപ്പട്ടി, തേള്, നീരാളി ഇതൊന്നും ഈ പാർട്ടിയുടെ ചിഹ്നമായി പൂവ് മറ്റേ ആളുടെ കോട്ടിൽ നെഹ്റുവിൻ്റെ അല്ല, ഈ പറഞ്ഞ നമ്മളെ പേടിപ്പിക്കുന്ന ജീവികളൊന്നും CPM-ന്റെ ചിഹ്നമായി വരാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.